എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതല്ല കേട്ടോ. ഇതിപ്പോൾ പൂക്കളുടെ ഭംഗി കണ്ടപ്പോൾ വണ്ടിയിലിരുന്ന് എടുത്താണ്. അപ്പോൾ ഇന്നൊരു ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അനുഭവം, ചെറുതല്ല, എന്നെ സംബന്ധിച്ച് ഒരു അമ്മമാരെ സംബന്ധിച്ച് ആ ഒരു അനുഭവം വളരെ വലുതാണ്. അപ്പോൾ ഞാൻ എൻ്റെ 2 വയസ്സുള്ള മോനെയും പിന്നെ എൻ്റെ സിസ്റ്ററും പിന്നെ അവരുടെ 2 കുട്ടികളും എൻ്റെ 3 കുട്ടികളും കൂടിയിട്ട് ഞങ്ങൾ കുറച്ചധികം ലഗേജൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളിന്ന് ട്രെയിന് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമുക്കുണ്ടായൊരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒരിക്കലും ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ട്രെയിനിൽ ചിലപ്പോൾ വന്നവരുണ്ടായിരിക്കും. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത് കണ്ണൂർ ഗുരുവായൂർ ആലപ്പുഴ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ ട്രെയിനാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലുണ്ടായ ഒരു ചെറിയൊരു അനുഭവമാണ്. ചെറുതല്ല, വലുത് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ 2 വയസ്സ്. അപ്പോൾ അവനെ ഫീഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുന്നത് വളരെയധികം കുറവാണ് കേട്ടോ. ഞാൻ എറണാകുളത്തൊക്കെ പഠിക്കുന്ന ടൈമിൽ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് കയറിയപ്പോൾ ഇതായിരുന്നു എൻ്റെ അനുഭവം. ഒരാളും അത്രയും തിരക്കുള്ള ഒരു ട്രെയിനിൽ ഒരു കുട്ടീനെയും കൊണ്ട് കയറിയപ്പോൾ ഒരാളും എനിക്ക് സീറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിന്നാണ് എറണാകുളം വരെ യാത്ര ചെയ്തത്. നമ്മളെ കാണുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. 1-2 പേര് ചിലരോട് പറഞ്ഞു കുട്ടീനെ കൊണ്ടൊന്ന് ഇരിക്കട്ടെ എന്ന്. പക്ഷെ ഒരാളും ഇരുന്ന് തന്നില്ല. എറണാകുളം എത്തിയപ്പോൾ ഇപ്പോൾ മാത്രമാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രെയിനിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ 10 മണിക്കായിരുന്നു എനിക്ക് എന്നാൽ ട്രെയിൻ വന്നിരുന്നത് 10 മണിക്കാണ്. അപ്പോൾ അവനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ എണീച്ച് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ വേഗം തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കാരണം വേഗം തന്നെ ഓട്ടോറിക്ഷ കിട്ടിയപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ തന്നെ ട്രെയിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കയറിയത് ലേഡീസിൻ്റെ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് എന്തായാലും ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു പുരുഷന്മാരെന്തായാലും ഒരു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരാളും അങ്ങനെ ഇരിക്കില്ല. എനിക്ക് ഇതിന് മുന്നേ ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ടൈമിൽ അന്ന് മോന് 1 വയസ്സുള്ളൂ. അപ്പോൾ ഇതുപോലെ യാത്ര ചെയ്തിരുന്ന ആ ഒരു ടൈമിൽ എനിക്ക് സ്ലീപ്പർ കോച്ചിലാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആണുങ്ങളാണ് എനിക്ക് സീറ്റ് ഒഴിഞ്ഞു തന്നത്. അപ്പോൾ ഞാനും 2 കുട്ടികളും പിന്നെ ചെറിയ ആളെൻ്റെ കയ്യിലുമായിരുന്നു. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെണീച്ച് തന്നിട്ട്. പക്ഷേ ഇത് നമ്മൾ ഫീഡ് ചെയ്യാനുള്ളൊക്കെ ഒരു ബുദ്ധിമുട്ട്, നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ഫീഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലേഡീസിൽ കയറിയത്. പക്ഷേ ഫീഡ് ചെയ്യാനെന്നല്ല, എനിക്ക് എൻ്റെ മോനെയും കൊണ്ടൊന്ന് ഇരിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഓരോരുത്തരിങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മളെ കയറ്റി വിടുന്നുണ്ട്, മോൻ കയ്യിലുള്ള കാരണം നിൽക്കുന്നവർ. പക്ഷേ സീറ്റിലിരിക്കുന്നവർ ഓരോരുത്തരും നമ്മളെ കണ്ടിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ വയസ്സായ അമ്മമാരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരാളും അവരെ കണ്ടിട്ട് കുറേ അധികം അതിലുണ്ടായിരുന്നത്. ഇരിക്കുന്നതിൽ മിക്കവരും സ്റ്റുഡൻസ് ആ ഒരു കാറ്റഗറി വെച്ചാൽ ജോലി ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടവരായിരുന്നു മിക്കവരും. അല്ലാണ്ട് ഒരുപാട് അങ്ങനെ വയസ്സായിട്ടുള്ള ആൾക്കാരും സീറ്റിലേ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. അവരൊക്കെ തിരിഞ്ഞാണ് ഇരിക്കുക. ഒരു കുട്ടീനെ കൊണ്ട് കയറുന്നത് കണ്ടിട്ട് പോലും ഒരാളും എണീച്ച് തന്നില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് സീറ്റ് കിട്ടിയത് ഒരു കുട്ടിക്ക് അങ്കമാലിയിലോ ആ ഒരു ഭാഗത്ത്, അങ്കമാലിയാണോ ആലുവയാണോ എന്ന് അറിയില്ല, ആ ഒരു ഭാഗത്ത് എത്തിയപ്പോഴാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. ഞാൻ ഇരിങ്ങാലക്കുട സ്റ്റേഷൻ തുടങ്ങിയിട്ട് അങ്കമാലി ആലുവ ആ ഒരു ഭാഗം വരെ ഞാൻ ഈ മോനെയും കൊണ്ട് നിൽക്കണായിട്ട് ഒരാൾ പോലും കുഞ്ഞിനെ ഒന്ന് കൈമാറി പിടിക്കാൻ പോലും, മടിയിലൊന്ന് ഇരുത്താൻ പോലും ഒരാളും ഒരിത് കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക.